നമ്മുടെ ഒന്നാം ചാപ്റ്റർ മെഷർമെന്റ്സ് ആൻഡ് ഫോഴ്സ്. സോ ഇതിൽ ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് യൂണിറ്റ് എന്താണെന്നുള്ളതാണ്. സോ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് റെഫറൻസിന്റെ പേരാണ് അതിന്റെ യൂണിറ്റ് എന്നത്. ഇനി ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് രണ്ട് ടൈപ്പ് ഉണ്ട്, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും. സോ എന്താണ് ഫണ്ടമെന്റൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇൻഡിപെൻഡന്റ് ക്വാണ്ടിറ്റീസ് ആണ്. വേറൊരു ക്വാണ്ടിറ്റി ഹെൽപ്പ് ഇല്ലാണ്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസ് ആണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. മാസ്, ടൈം, ലെങ്ത് ഒക്കെ ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ്. എന്നാൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന ക്വാണ്ടിറ്റീസിനെ വിളിക്കുന്ന പേരാണ് ഇത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അപ്പൊ വെലോസിറ്റി പറഞ്ഞ എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അപ്പൊ ഡിസ്പ്ലേസ്മെന്റും വേണം ടൈമും വേണം. സോ അതിലെ രണ്ട് ആൾക്കാരിൽ നിന്നാണ് എന്തെടുക്കുന്നത്, വെലോസിറ്റി നമ്മൾ ഡിറൈവ്. ഇനി പല പല യൂണിറ്റ് സിസ്റ്റംസ് നിലവിലുണ്ടായിരുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട് MKS, CGS, FPS പോലെയുള്ള സിസ്റ്റങ്ങൾ ഉണ്ടായിരുന്നു. സോ MKS നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. MKS എന്തായിരുന്നു, ലെങ്തിനെ മീറ്ററിലും, K4 കിലോഗ്രാമിൽ മാസ് അളക്കണം, S4 സെക്കൻഡില് ടൈം അളക്കണം. അതാണ് MKS. എന്തായിരുന്നു CGS, സെന്റിമീറ്റർ ഫോർ ഏതായിരുന്നു ലെങ്ത്, ഗ്രാം ഫോർ മാസ്, ടൈമിന് സെക്കൻഡ്, ഇങ്ങനെയായിരുന്നു. ദെൻ FPS ഫീറ്റ്, പൗണ്ട്, സെക്കൻഡ്, ഇങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ലോകത്താകമാനം ഒരൊറ്റ യൂണിറ്റ് സിസ്റ്റത്തിലോട്ട് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി വന്നിട്ടുള്ള ഒരു യൂണിറ്റ് സിസ്റ്റം ഉണ്ട്. അതാണ് SI യൂണിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ് വരുന്നത്. ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറന്റ്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലുമിനിയസ് ഇന്റൻസിറ്റി. സോ ഇത് നോക്കുകയാണെങ്കിൽ ലെങ്തിനെ മീറ്റർ അളക്കണം, മാസിനെ കിലോഗ്രാമിൽ അളക്കണം, ടൈമിനെ സെക്കൻഡിൽ അളക്കണം, ഇലക്ട്രിക് കറന്റിനെ ആംപിയറിൽ അളക്കണം, ടെമ്പറേച്ചറിനെ കെൽവിനിൽ അളക്കണം, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ മോളിൽ അളക്കണം, ലുമിനിയസ് ഇന്റൻസിറ്റിയെ കാൻഡിലയിൽ അളക്കണം. സോ ഇത് നന്നായി പഠിച്ചു വെച്ചേക്കാം. ഇനി എററുകളാണ്. സോ എറർ എന്ന് വെച്ചാൽ നമുക്കൊരു ലാബിലോട്ട് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് ഒരു എറർ സംഭവിക്കാം. സോ അങ്ങനെ നമുക്ക് ലാബിൽ ചെല്ലുമ്പോൾ വാല്യൂസ് എടുക്കുമ്പോൾ ഏതൊക്കെ ടൈപ്പ് എററുകൾ സംഭവിക്കുന്നു, ഏതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള എറേഴ്സ്, ഇതൊക്കെയാണ് നമുക്ക് പറയേണ്ടത്. സോ ആദ്യം പറയുന്നത് സിസ്റ്റമാറ്റിക് എറർ ആണ്. സിസ്റ്റമാറ്റിക് എററിൽ 3 രീതിക്കാണ് ഉണ്ടാവുക. ഒന്ന് ഇൻസ്ട്രുമെന്റൽ എറർ, പിന്നെ എറർ ഡ്യൂ ടു ഇൻകറക്റ്റ് എക്സ്പെരിമെന്റൽ ടെക്നിക്ക്, പിന്നെ പേഴ്സണൽ എറർ. സോ എന്താണ് ഇൻസ്ട്രുമെന്റൽ എറർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഇൻസ്ട്രുമെന്റിന്റെ കാലിബ്രേഷൻ പ്രശ്നം കാരണമോ, ഇംപെർഫെക്റ്റ് ഡിസൈൻ കാരണമോ, അല്ലെങ്കിൽ അതിന്റെ സീറോ എറർ കാരണമോ ഉണ്ടാകുന്ന എററിനെയാണ് ഇൻസ്ട്രുമെന്റൽ എറർ എന്ന് പറയുക. ഇനി എറർ ഡ്യൂ ടു ഇൻകറക്റ്റ് എക്സ്പെരിമെന്റൽ ടെക്നിക്. നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെന്റൽ ടെക്നിക് കറക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ ഉണ്ടാവുമല്ലോ, ആ പ്രൊസീജിയർ കറക്റ്റ് അല്ലെങ്കിൽ തെറ്റുകൾ പറ്റാം. ഇനി മൂന്നാമത്തെ പേഴ്സണൽ എറർ. പേഴ്സണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇൻഡിവിജ്വൽ കെയർ ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് ആ ആപ്പാറ്റ് സെറ്റ് ചെയ്യാത്തത് കൊണ്ടൊക്കെ ഉണ്ടാകുന്ന എററാണ് പേഴ്സണൽ എറർ എന്ന് വെക്കുന്നത്. ഇനി അടുത്തത് റാൻഡം എറർ. സോ എന്താണ് റാൻഡം എറർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൺപ്രഡിക്റ്റബിൾ ചേഞ്ചസ് കാരണം ആ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്ന അൺപ്രഡിക്റ്റബിൾ ചേഞ്ചസ് കാരണം ഉണ്ടാകുന്ന എററിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഈ പറയുന്ന റാൻഡം എറേഴ്സ് എന്ന് വിളിക്കുക. സോ ഈ റാൻഡം എറേഴ്സ് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളതായതുകൊണ്ട് തന്നെ എല്ലാ എക്സ്പെരിമെന്റ്സിലും ഉണ്ടാവും. സോ ഇതിനെ പരമാവധി ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്പർ ഓഫ് എക്സ്പെരിമെന്റ്സ് കൂട്ടിയിട്ട് എന്ത് ചെയ്യണം, ആവറേജ് എടുക്കണം. സോ നമ്പർ ഓഫ് എക്സ്പെരിമെന്റ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മെഷർമെന്റ്സ് കൂട്ടിയിട്ട് ആവറേജ് എടുക്കണം. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ സ്റ്റാറ്റിസ്റ്റിക്കൽ എറർ എന്നും വിളിക്കാറുണ്ട്. ഇനി അടുത്തത് റാൻഡം എറർ കഴിഞ്ഞു. പിന്നെ ലീസ്റ്റ് കൗണ്ട് എറർ ആണുള്ളത്. ലീസ്റ്റ് കൗണ്ട് എറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ഇൻസ്ട്രുമെന്റ് ലീസ്റ്റ് കൗണ്ട് ഉണ്ടായിരിക്കും. ലീസ്റ്റ് കൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്മാളസ്റ്റ് വാല്യൂ ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ബൈ ആൻ ഇൻസ്ട്രുമെന്റ്. ഒരു ഇൻസ്ട്രുമെന്റ് കൊണ്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് അതിന്റെ ലീസ്റ്റ് കൗണ്ട്. പ്രോപ്പർ ലീസ്റ്റ് കൗണ്ട് ഇല്ലാത്ത ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനാണ് ലീസ്റ്റ് കൗണ്ട് എറർ എന്ന് വിളിക്കുക. നമ്മൾ അവിടെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അക്യുറേറ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ പറയുന്ന ലീസ്റ്റ് കൗണ്ടുള്ള ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കണം. കുറച്ചുകൂടി നല്ല എക്സ്പെരിമെന്റ് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യുക. ഇതൊക്കെയാണ്. പിന്നെ ഉള്ളത് പ്രോബ്ലം ആണ്. പ്രോബ്ലം നമ്മൾ അബ്സല്യൂട്ട് എറർ, റിലേറ്റീവ് എറർ, പെർസെന്റേജ് എറർ, ഇത് 7 മാർക്കിന് നമ്മൾ നിങ്ങളിലേക്ക് പ്രോബ്ലം എത്തിച്ചിട്ടുണ്ട്. അത് കൃത്യമായി ചെയ്യുക, ഇക്വേഷൻ വയ്ക്കുക. ഇനി അടുത്തത് വെക്ടർ അഡീഷന്റെ 2 പ്രധാനപ്പെട്ട ലോകളാണ്. ആദ്യത്തെ ട്രയാങ്കിൾ ലോ, രണ്ടാമത്തെ പാരലൽ ലോ. സോ ഇത്രേ ഉള്ളൂ. രണ്ട് വെക്ടേഴ്സ് ആഡ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ രണ്ട് വെക്ടേഴ്സിനെ എന്ത് ചെയ്യുക, ത്രികോണത്തിന് 2 സൈഡ് ആക്കിയിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ മൂന്നാമത്തെ സൈഡ് എന്തായിരിക്കും, നിങ്ങളുടെ റിസൾട്ടന്റ് വെക്ടർ, അത് A+B ആയിരിക്കും. സോ നന്നായി പഠിക്കുക. പാരലോഗ്രാം ലോ എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയാണ്, രണ്ട് വെക്ടേഴ്സ് ആഡ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ രണ്ട് വെക്ടേഴ്സിനെ പാരലോഗ്രാമിന്റെ 2 സൈഡുകളായിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഡയഗണൽ ആയിരിക്കും നിങ്ങളുടെ റിസൾട്ടന്റ് വെക്ടർ എന്ന് പറയുന്നത്. സോ അത് വെച്ചിട്ട് ഇനി അടുത്തത് റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ് ആണ്. എന്താണ് ഈ റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു വെക്ടറിനെ ഒന്നോ അതിലധികമോ വെക്ടേഴ്സ് ആയിട്ട്, രണ്ടോ അതിലധികമോ വെക്ടേഴ്സ് ആയിട്ട് എന്ത് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്യുക. നമ്മുടെ കയ്യിൽ അതിന്റെ ഫിഗർ നോക്കുക. നമ്മുടെ പുസ്തകത്തിൽ ഫിഗർ ഉണ്ടായിരിക്കുക. ഫിഗർ നോക്കുക. നമ്മുടെ കയ്യിൽ ഇപ്പോൾ A എന്ന് പറഞ്ഞൊരു വെക്ടർ ഉണ്ട്, അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റ് വെക്ടർ ഉണ്ട് വിചാരിക്കുക. ആ നോർത്ത് വെസ്റ്റ് വെക്ടറിനെ നമ്മൾ രണ്ടായി ക്ലാസിഫൈ ചെയ്യുമ്പോൾ, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഒന്ന് നോർത്ത് പാർട്ടിലോട്ടും പോകുന്നു, മറ്റേത് വെസ്റ്റ് പാർട്ടിലോട്ടും പോകുന്നു. അങ്ങനെ. ഇനി
ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ വിളിക്കുന്ന പേരാണ് റെക്ടാങ്കുലർ റെസൊല്യൂഷൻ. സോ ഇങ്ങനെ നമുക്ക് കിട്ടുന്ന, അതായത് റെസൊല്യൂഷൻ വഴി ലഭിക്കുന്ന വെക്ടേഴ്സ് ഉണ്ടല്ലോ, അവരെ വിളിക്കുന്ന പേരാണ് കമ്പോണന്റ് വെക്ടേഴ്സ്. റെക്ടാങ്കുലർ റെസൊല്യൂഷൻ ആണെങ്കിൽ റെക്ടാങ്കുലർ കമ്പോണൻസ് നമുക്ക് കിട്ടും. സോ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് എ എന്ന് പറഞ്ഞ ആളെ തീറ്റ ആംഗിളിൽ ഇരിക്കുന്ന സമയത്ത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ. അതിന് എക്സ് കമ്പൗണ്ടും വൈ കമ്പൗണ്ടും ഉണ്ട്. എക്സ് കമ്പൗണ്ട് എന്ന് പറയുന്നത് എ കോസ് തീറ്റയാണ്, വൈ കമ്പൗണ്ട് എ സൈൻ തീറ്റയാണ്. സോ അത് കൃത്യമായി പഠിക്കുക. അതിന് രണ്ട് എക്സാമ്പിൾസും കൃത്യമായി നോക്കുക. രണ്ട് എക്സാമ്പിൾസ് ഉണ്ട്, അത് കൃത്യമായി നോക്കുക. ഒന്ന് നടക്കുന്നതാണ്, രണ്ടാമത്തത് പുള്ളിങ് എ കാർട്ട് എന്ന് പറഞ്ഞ രണ്ട് എക്സാമ്പിൾസ് നന്നായിട്ട് നോക്കുക. ദെൻ ന്യൂട്ടന്റെ ലോകളാണ് അടുത്തായിട്ട് അവിടെ പഠിക്കാൻ പറ്റുന്നത്. ഫസ്റ്റ് ലോ പറയുന്നത് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോ ആണ്. ഫസ്റ്റ് ലോ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ: എവരി ബോഡി കണ്ടിന്യൂസ് ഇറ്റ് സ്റ്റേറ്റ് ഓഫ് rest or uniform motion along a straight line unless it compelled by an unbalanced external force. നമ്മളൊരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്നത് വരെ ഏത് ഒബ്ജക്റ്റ് ആയിക്കോട്ടെ ആ ഒബ്ജക്റ്റ് അതിന്റെ റെസ്റ്റ് എന്ന് പറയുന്നത് നിശ്ചലാവസ്ഥയിലോ അല്ലെങ്കിൽ അതിന്റെ സ്ട്രെയിറ്റ് ലൈൻ മോഷനിലോ കണ്ടിന്യൂ ചെയ്യും. നമ്മൾ ഫോഴ്സ് കൊടുത്താൽ മാത്രമേ അയാൾക്ക് മാറ്റം ഉണ്ടാവുള്ളൂ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്ന് പറയുക. ഇതിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ലോ ഓഫ് ഇനേർഷ്യ. എന്താണ് ലോ ഓഫ് ഇനേർഷ്യ? നമ്മൾ ബോഡി ഇരിക്കുന്ന അവസ്ഥയിൽ റെസ്റ്റ് ആണെങ്കിൽ റെസ്റ്റ്, അല്ലെങ്കിൽ മോഷൻ ആണെങ്കിൽ മോഷൻ, ആ അവസ്ഥയിൽ നിന്ന് മാറുമ്പോൾ ആ ബോഡി അതിനെ റെസിസ്റ്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ ബസ് പോവുകയാണെങ്കിൽ ബസ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മുന്നോട്ട് തെറിക്കും. സോ നമ്മുടെ ബോഡി മൂവ് ചെയ്തുകൊണ്ട് ബസ്സിന് പോയിക്കൊണ്ടിരിക്കും, മൂവ് ചെയ്യായിരുന്നു. വണ്ടി സ്റ്റോപ്പ് ചെയ്യുമ്പോൾ വണ്ടി നിൽക്കും. പക്ഷെ നമ്മുടെ ബോഡിയുടെ ആഗ്രഹം എന്തായിരിക്കും? നമുക്ക് മുന്നോട്ട് പോകണം എന്നായിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യും? മുന്നോട്ട് തെറിക്കും. ഈ ഇതിനെയാണ് ഇനേർഷ്യ എന്ന് വിളിക്കുക. ഇപ്പൊ പറഞ്ഞ ഇനേർഷ്യ ഓഫ് മോഷൻ ആണ്. ഇനി അതേപോലെ തന്നെ നിർത്തിയിട്ടിരിക്കുന്ന ബസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് പിന്നിലോട്ട് പോകും. സോ അതിന് കാരണം നമ്മൾ റെസ്റ്റിലായിരുന്നു, നമ്മുടെ ബോഡി റെസ്റ്റിൽ തന്നെ പോകാൻ ആഗ്രഹിക്കും. റെസ്റ്റ് പറഞ്ഞ പിന്നിൽ നമ്മൾ നിൽക്കുകയായിരുന്നില്ല, ആ ഒരു റെസ്റ്റിലോട്ട് പോകുന്നതിന് ഫലമായിട്ട് ബോഡി എന്ത് ചെയ്യും? പിന്നിലോട്ട് പോകും. സോ ആ കാര്യം നോക്കി വെക്കുക. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫസ്റ്റ് ലോ എന്ന് പറയുക. ലോ ഓഫ് ഇനേർഷ്യ എന്ന് വിളിക്കും. ഇനേർഷ്യയും നോക്കുക. ഇനി ന്യൂട്ടന്റെ രണ്ടാമത്തെ ലോ, അതായത് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് അവിടുത്തെ മൊമെന്റം ചേഞ്ചിന്റെ റേറ്റിന് എങ്ങനെയായിരിക്കണം? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കണം. സോ ഇത്രയേ ഉള്ളൂ. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് ഫോഴ്സ്. അത് ആലോചിച്ച് വെക്കുക. ദെൻ അതിന്റെ മാത്തമാറ്റിക്കൽ ഫോം F = ma, അതും കൂടി ആലോചിക്കുക. ഇനി മൂന്നാമത്തെ ലോ: എവറി ആക്ഷൻ ദർ വിൽ ബി ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എല്ലാ പ്രവർത്തനങ്ങൾക്കും സമവും വിപരീതവുമായിട്ടുള്ള ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. സോ എവറി ആക്ഷൻ ദർ വിൽ ബി ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അത് ആലോചിച്ച് വെച്ചേക്കാം. ദെൻ അവിടെ റിയാക്ഷനും ആക്ഷനും ഉണ്ടാവുന്നുണ്ട്, അതിന്റെ പ്രോപ്പർട്ടീസ് ആലോചിച്ച് വെച്ചേക്കാം. സോ ഇത്രയേ ഉള്ളൂ. ആക്ഷനും റിയാക്ഷനും എപ്പോഴും ഒരുമിച്ചായിരിക്കും, പെയർ ആയിട്ടായിരിക്കും, അല്ലാണ്ട് സിംഗിൾ ആയിട്ടുള്ള ഒരു ഫോഴ്സ് ഈ യൂണിവേഴ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. രണ്ടാമത്തെ കേസ്, ആക്ഷനും റിയാക്ഷനും ഒരേ സമയം നടക്കുന്നു എന്നുള്ളതാണ്. ഒരേ സമയം അല്ലാതെ ആക്ഷൻ നടന്നിട്ടാണ് റിയാക്ഷൻ എന്നുള്ളതല്ല. ആക്ഷനും റിയാക്ഷനും ഒരേ സമയം നടക്കുന്നു. ഇനി ആക്ഷനും റിയാക്ഷനും ഓപ്പോസിറ്റ് ആണ്, ഈക്വൽ ആണ്, പക്ഷെ ക്യാൻസൽ ആയി പോവില്ല. അതിനുള്ള കാരണം അത് ആക്ട് ചെയ്യുന്നത് രണ്ടും രണ്ട് ബോഡിയിലാണ്. അവർ ആക്ട് ചെയ്യുന്നത് രണ്ടും രണ്ട് ബോഡിയിലാണ്. അപ്പൊ ആ കാര്യം കൂടി ശ്രദ്ധിച്ചു വെച്ചേക്കാം. സോ ഇത്രയും കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. ദെൻ അതിന്റെ രണ്ട് ആപ്ലിക്കേഷൻസ്, അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് മൊമെന്റം കൺസർവേഷൻ ലോ വരുന്നത്. സോ അതിന്റെ പ്രൂഫ് നിങ്ങൾ നന്നായിട്ട് കേട്ടോ. സോ മൊമെന്റം കൺസർവേഷൻ ലോ ഇത്രേ പറയുന്നുള്ളൂ: ഇഫ് ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ദ ടോട്ടൽ മൊമെന്റം ഓഫ് എ സിസ്റ്റം വിൽ ബി സീറോ. അവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ലെങ്കിൽ ടോട്ടൽ മൊമെന്റം എപ്പോഴും എങ്ങനെ ആയിരിക്കണം? ഈക്വൽ ആയിരിക്കണം. സോറി, സീറോ അല്ല, കോൺസ്റ്റന്റ് ആയിരിക്കണം, ഈക്വൽ ആയിരിക്കണം എന്നാണ് പറയുന്നത്. സോ ഇതിന് രണ്ട് എക്സാമ്പിൾസ് ഉണ്ട്. ഒന്ന് റിക്കോയിൽ ഓഫ് ഗൺ, രണ്ടാമത്തത് റോക്കറ്റ് പ്രൊപ്പൽഷൻ. എന്താണ് റിക്കോയിൽ ഓഫ് ഗൺ? നമ്മൾ തോക്ക് കൊണ്ട് വെടിവെക്കുന്ന സമയത്ത്, നമ്മൾ ഫയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ തോക്ക് പിന്നിലോട്ട് വരുന്നു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഈ പറയുന്ന recoil of gun എന്ന് വിളിക്കുക. The backward motion of a gun when we are fired the bullet. നമ്മൾ ബുള്ളറ്റ് ഫയർ ചെയ്യുന്ന സമയത്ത് തോക്ക് പിന്നിലേക്ക് വരുന്നു. സോ അങ്ങനെയാണെങ്കിൽ തോക്ക് ഫയർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നോക്കുകയാണെങ്കിൽ തോക്കും ബുള്ളറ്റും റെസ്റ്റിലാണ്. സോ ടോട്ടൽ മൊമെന്റം സീറോ. നമ്മുടെ മൊമെന്റം കൺസർവേഷൻ ലോ പ്രകാരം ഈ ഫയർ ചെയ്യുന്ന മുന്നേ ഫയർ ചെയ്തതിനു ശേഷം എങ്ങനെയായിരിക്കണം? രണ്ടും ഈക്വൽ ആയിരിക്കണം. സോ ഫയർ ചെയ്യുന്നതിന് മുന്നേ സീറോ വരും, ഫയർ ചെയ്തതിനു ശേഷം തോക്കിന്റെ മൊമെന്റം mg/v(g), ബുള്ളറ്റിന്റെ മൊമെന്റം mbvp കിട്ടും. അതിൽ നിന്നും vg = -mbvp / mg കിട്ടും. എന്താ mv? മാസ് ഓഫ് ദ ബുള്ളറ്റ്. എന്താണ് vp? വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ്. എന്താണ് mg? മാസ് ഓഫ് ദ ഗൺ. അത് നോക്കി വെക്കണം. ഇതേപോലെ തന്നെ റോക്കറ്റ് പ്രൊപ്പൽഷൻ, ആ ഒരു റോക്കറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിനെയും അതേപോലെ തന്നെ സ്പേസ് ഷട്ടിലിനെയും മനുഷ്യരെയൊക്കെ ഭൂമിയിൽ നിന്ന് സ്പേസിലേക്ക് എത്തിക്കാൻ ഉപയോഗിക്കുന്ന, ലോഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വെഹിക്കിൾ സംവിധാനമാണ് റോക്കറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഈ റോക്കറ്റ്സ് എന്ന് പറയുന്നതിന്റെ പ്രവർത്തനം മൊമെന്റം കൺസർവേഷൻ ലോയും തേർഡ് ലോയും വെച്ച് നമുക്ക് പറയാം. സോ ബൈ തേർഡ് ലോ നമ്മൾ താഴേക്ക് ഫ്യൂവൽ കത്തുന്ന സമയത്ത് ഫോഴ്സ് കൊടുക്കും. അതിന് ഈക്വൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ മേലേക്ക് കിട്ടും. അപ്പൊ ഈ സാധനം മുകളിലേക്ക് ഉയർന്നു പോകും. അപ്പൊ അത് ആലോചിച്ച് വെച്ചേക്കാം. ദെൻ കുറച്ചുകൂടി സ്പീഡ് പോകണമെങ്കിൽ മൾട്ടി സ്റ്റേജ് റോക്കറ്റ്സ് ഉപയോഗിക്കും. കാരണം റോക്കറ്റ്സ് എന്ന് പറയുന്നത് ഒരു മാസ് വേരിയബിൾ സിസ്റ്റം ആണ്.
ഇന്ധനം കത്തിത്തീരുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, അതിന്റെ മാസ് കുറയും, അതിനനുസരിച്ച് വെലോസിറ്റി കൂടും. സോ ഇതിന് പകരം മൾട്ടി സ്റ്റേജ് റോക്കറ്റ് പെട്ടെന്ന് പെട്ടെന്ന് ഓരോ പാർട്ട് ഇളകി പോകുന്ന റോക്കറ്റ്സ് ഉപയോഗിക്കാം. സോ അതിനെ നമുക്ക് എന്ത് വിളിക്കാം, മൾട്ടി സ്റ്റേജ് റോക്കറ്റ്സ് വിളിക്കാം. സോ ആ കാര്യം നോക്കുക. ഇനി എന്താണ് ഇമ്പൾസ്? ഫോഴ്സിന്റെയും ടൈമിന്റെയും പ്രൊഡക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഇമ്പൾസ്. ഈ ഇമ്പൾസ് എന്ന് പറയുന്നത് മൊമെന്റം ചേഞ്ചിന് ഈക്വൽ ആയിരിക്കും. അതിന്റെ പ്രൂഫ് കൂടി ജസ്റ്റ് നോക്കി വെക്കുക കേട്ടോ. സോ ഇത്രയാണ് നിങ്ങൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് വെക്കുന്ന ടോപ്പിക്സ്.